ഡിസ്കസ് ചെയ്തു. പിന്നാണ് സിനിമയുടെ പേരാണ് അതിനൊരു കാരണം എന്ന് മനസ്സിലായത്. ഇന്ന് പോയിട്ട് നാളെ വാന്നാണ് സിനിമയുടെ പേര്. അത് ചെറിയൊരിത്. നല്ല പേരാട്ടോ. അതെല്ലേ, നല്ല പേര്. പേര് നല്ലതാണ്. പക്ഷെ എനിക്കൊരു എന്റെ ഒരു ഭാഗ്യം കിട്ടി. ഇതുവരെ ചെയ്ത ജൂനിയർ കഥാപാത്രം എന്നൊക്കെ പറഞ്ഞ എന്തൊക്കെയാണ്? നമുക്ക് നോട്ടബിൾ ആയിട്ടുള്ള എന്തെങ്കിലും എവിടെ ആൾക്കൂട്ടമുണ്ടോ സിനിമയിൽ? എവിടെ ആൾക്കൂട്ടമുണ്ടോ? അതിനകത്ത് ഒരാൾക്കൂട്ടമാണ്. ഇപ്പം സിനിമയിൽ ഒരു ഹർത്താല്, അവിടെ വനജയുണ്ട്. ഒരു കല്യാണം, അവിടെ വനജയുണ്ട്. ആൾക്കൂട്ടം വനജ എന്നാണ് സത്യത്തിൽ അറിയപ്പെടുന്നത്. പക്ഷെ എനിക്ക് ആഗ്രഹമുണ്ട് ഒരു ലീഡിംഗ് റോളൊക്കെ ചെയ്യണമെന്ന്. ഇവരെ പോലെ തീർച്ചയായിട്ടും. അതിനാണോ വന്നിരിക്കുന്നത്? അതെ 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 അതെ. എന്നത്തെ പോലെ ഒരു റിക്വസ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പം വെള്ളിയാഴ്ച നിശ്ചയത്തിന്റെ സെക്കൻഡ് പാർട്ട് വല്ലതും വരുന്നുണ്ടോ? തിങ്കളാഴ്ചയായിരുന്നു. തിങ്കളാഴ്ച. അത് തിങ്കളാഴ്ച. ഞാനാവുമ്പോ വെള്ളിയാഴ്ച ആക്കാം. അങ്ങനെ വേണമെങ്കിൽ ശനിയാഴ്ചയോ ഞായറാഴ്ചയോ അങ്ങനെ എന്തെങ്കിലും. അല്ല, ഇവരുടെ കണക്കൊക്കെ അഭിനയിക്കാനുള്ള ഇതൊക്കെ പറ്റുമോ? അത് ഒരു ചാൻസ് കിട്ടിയാലല്ലേ നമുക്കത് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നല്ലേ? പിന്നെ കോൺഫിഡൻസ് ഇല്ലാതെ ഞാൻ ഇവിടെ ഒന്ന് നിൽക്കുവോ? ഷെഫിന് എന്തോ ഒരു ഡൗട്ട് ഉണ്ടെന്ന് തോന്നല്ലോ. ഇതുവരെ ചെയ്ത കാര്യം എല്ലാം 8 നിലയെ പൊട്ടി. കഴിഞ്ഞ കാര്യങ്ങൾ അങ്ങനെയല്ലേ പറഞ്ഞു ആദ്യം. അല്ല, ഞാൻ ഇവരുടെ അടുത്ത് ഇവരൊക്കെ അഭിനേതാക്കളാവുമ്പോൾ നിങ്ങളുടെ ടാലന്റ് ഓക്കെ. അതൊരു കാര്യം ചെയ്യും. അപ്പൊ ഞങ്ങൾക്ക് 3 പേർക്കും ഷെഫ് ഒരു സിറ്റുവേഷൻ തരുമോ? കലാകാരന്മാരെ വളരാൻ അനുവദിക്കണം അല്ലേ? നിങ്ങൾക്ക് അത്രയും ഇവരൊക്കെ തെളിയിച്ചു വന്നവരാണ്. ഇവരോടൊപ്പം നിങ്ങൾ ഇപ്പൊ ഈ ഒരു കോൺഫിഡൻസ് നിങ്ങൾ അഭിനയിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഞാനെങ്കിൽ ഒരു സിറ്റുവേഷൻ പറഞ്ഞാൽ അത് അഭിനയിച്ച് കാണിക്കാൻ പറ്റുമോ? തീർച്ചയായും തീർച്ചയായും. വനജയുടെ അത്രയും കോൺഫിഡൻസ് ഞങ്ങൾക്ക് ഉണ്ടോന്ന് അറിയില്ല. അതായത് 25 സിനിമയിൽ ആൾക്കൂട്ടമായിട്ട് തെളിയിച്ചതാണ്. ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. അതിന്റെ അഹങ്കാരമൊന്നും ഇല്ല. സോറി ഷെഫിനെ പോലെ ഡൗൺ ടു എർത്ത് ആണ്. ശരി, അപ്പൊ ഞാനെങ്കിൽ പെട്ടെന്നൊരു സിറ്റുവേഷൻ, നിങ്ങൾക്കൊരു നിധി കിട്ടുവാണെന്ന് സങ്കല്പിക്കാം. ആ നിധി കിട്ടിയാലുള്ള മുഖത്തെ എക്സ്പ്രഷൻ, പെട്ടെന്ന് ഇങ്ങനെ പോകുമ്പോൾ കുറെ പണങ്ങളും സ്വർണ്ണാഭരണങ്ങളും രത്നങ്ങളും വജ്രങ്ങളും അടക്കുന്ന ഒരു നിധി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നു. അത് കണ്ടിട്ട് പെട്ടെന്ന് കണ്ടാൽ അത് എന്താണ് ചെയ്യേണ്ടത്? ആദ്യമായിട്ട് എന്താണ് എക്സ്പ്രഷൻ? അപ്പൊ വേറെ ആരുമില്ല. ഒരു നിധി കിട്ടുവാണെങ്കിൽ നമ്മള് നായകന്മാർ എങ്ങനെയത് വിത്ത് ഡയലോഗ് നമ്മൾ അത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യും? നമ്മൾ 3 പേരും സെയിം. എന്റെ ലെവൽ പിടിക്കാൻ നോക്കല്ലേ, നിങ്ങൾ നിങ്ങളുടെ ലെവൽ വെച്ച് ചെയ്താൽ മതി. ഞാൻ എന്റെ ലെവൽ പിടിച്ചോളാം. ഇത് കണ്ടിട്ട് വേണം ഞാൻ റെക്കമെൻഡ് ചെയ്യണം. ഈ ഫിറ തന്നെ ആയിക്കോട്ടെ നമ്മുടെ നിധി. ഇതിനകത്ത് രത്നങ്ങളും വജ്രങ്ങളും മാലയും എല്ലാം ഫിറ ഫുഡ്സിന്റെ കടല എടുത്തിട്ടാണ് പരിപാടി. ഓക്കെ, ഇത് നിധിയായിട്ട് സങ്കല്പിച്ചോളൂ. ഓക്കെ, നിധി കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യണം? നിധി നമ്മൾ കാണുമ്പോൾ അതിന്റെ നമ്മളെ കലക്കൂടെ എത്ര ടൈം വേണേലും എടുക്കാം കേട്ടോ. സ്കോർ ചെയ്യണം, അത്രേ ഉള്ളൂ. നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ടായിരുന്നു വന്നത്. ചെയ്താൽ മതി. ഓക്കെ ഓക്കെ ഓക്കെ. ഇത്ര അടുത്ത് കണ്ടിട്ട് കണ്ണു കാണുന്നില്ല. അല്ല, ഇത് ഫിറയുടെ നിധിയാണോ ഇത്? അതെ. നിധിയല്ല, എനിക്ക് നിധി കിട്ടി. ഇത്ര പറ്റുള്ളൂ. സൂപ്പർ സൂപ്പർ സൂപ്പർ. കാണുന്നു. ഇത് നമ്മളങ്ങനെ പെട്ടെന്ന് ശ്രദ്ധിക്കില്ല കേട്ടോ. ഇത് നിങ്ങൾ സീനിയർ അല്ലേ, നിങ്ങൾക്ക് അറിയാലോ. അത് നല്ലൊരു ഐഡിയ ആണത്. അതെ അതെ, ഫ്രഷ് ഒട്ടിച്ചു. കാണണ്ട. ഓ എന്താ എന്താ അത്? അല്ല, ഞാനിത് മറ്റേ ഇവിടെ വന്നപ്പോ കടല കഴിഞ്ഞു. നിധിയുടെ അത്ഭുതം ഇവിടെ. ഉർവശി അവാർഡ് വാങ്ങിക്കാനായിട്ട് ഒരാൾ. ഒന്നുമില്ല, ഇതൊന്നുമില്ല. നിധിയാണെന്ന് നമുക്ക് 100% അറിയാം. അപ്പൊ അങ്ങനെയാണോ? ഞങ്ങൾ ചെയ്തത് ശരിയായില്ല. അത് ഞാൻ ഇപ്പൊ കണ്ടോ ഞാൻ ചെയ്യുന്നത്? ഇത് ശരിയാണോ ഇല്ലെന്ന് നിങ്ങൾ തന്നെ പറയും. ഞങ്ങൾക്കൊരു 1 മോറും തരില്ല. മൺമോറും ഇല്ല, മോറും ഇല്ല, പുളിച്ചമോരും ഇല്ല, ഒന്നുമില്ല. കഥാപാത്രം ആയിക്കോട്ടെ ഞാൻ. പ്ലീസ്. ആക്ച്വലി നിധി കിട്ടിയാൽ ഇങ്ങനെയല്ലേ ചെയ്യേണ്ടത്? എന്തിനിങ്ങനെ ഓവർ എക്സ്പ്രഷൻ ഒക്കെ ഇട്ടിട്ട് നിങ്ങൾ ഡയലോഗ് പറയുന്നത്? നമ്മൾ എന്തിനാ ജീവിക്കുന്നത്? കഷ്ടപ്പെട്ട് ജീവിക്കാനാണോ? ഒറ്റയടിക്ക് എങ്ങനെ പണക്കാരിയാകാം? അങ്ങനെയല്ലേ വേണ്ടുന്നത്? എന്റെ മുമ്പിൽ ഇങ്ങനത്തെ നിധിയൊക്കെ കേട്ട് കഴിഞ്ഞാൽ അതൊന്നുമില്ല, ഇസ്ക ഓടുക. ഇതാണ് എന്റെ ഒരു 25 സിനിമയില് മുഖം കാണിച്ചിട്ടും ഇതേപോലെ ഉടായ്പോട്ട് നിൽക്കുന്നതും അവര് നായികമാരായിട്ട് നടക്കുന്നു. മനസ്സിലായോ? എന്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. എന്റെ കൺമുമ്പിൽ നിധി വന്നു കഴിഞ്ഞാല്
അടിച്ചു മാറ്റിക്കൊണ്ട് വിടും, അത്രേ ഉള്ളൂ. അല്ല നല്ല 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 നന്നായിരുന്നു. താങ്ക്സ്. അപ്പൊ നിങ്ങളുടെ കെയർ ഓഫിൽ എങ്ങനെയെങ്കിലും ഒരു ചാൻസ് ഉണ്ടാവോ? അയ്യോ അയ്യോ കട്ടയ്ക്ക് നിൽക്കുമ്പോൾ ഞങ്ങൾക്കില്ല, പിന്നെയാണ് കട്ടപ്പുറത്തുള്ള നിധിക്ക്. ഇത്രയും വലിയ പെർഫോമൻസ് ഒക്കെ ആയിട്ട് ഇവർ റെക്കമെൻഡ് കൂടെ ചെയ്താലും മതി. അതെ അതെ, അഭിപ്രായമില്ല. ആ. അഭിപ്രായമില്ല. അപ്പൊ നമുക്കൊരു ഗെയിമിലേക്ക് പോയാലോ? ഓക്കെ.